യു ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞാനും ജീവനശേഷനുമായി ഞങ്ങളെ പ്രജിത്തിൻ്റെ വീട്ടിലോട്ട് പോകും. പ്രീത്തിൻ്റെ വീട്ടിലൊരു ഐറ്റം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായി കാണുമായിരിക്കും. എന്നാലും നിങ്ങളെ ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് എന്നാൽ പിന്നെ അളിയാ വരുമ്പോഴേ ഒന്ന് പറയണേ, എനിക്കൊന്ന് വീഡിയോ എടുക്കാനാണ് എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും ജീവനശേഷനെ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇത് എൻ്റെ പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ താടിയും മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ അലമ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ പിന്നെ ഞങ്ങളല്ല ഞാൻ പോയി നൈസിന് പോയി താടിയും മുടിയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് റെഡിയായി കേട്ടോ. ഇപ്പോൾ ഞാൻ ജീവനശേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ? കഥക്ക് ഇല്ല തുറന്നിരിക്കുവാന്നോ? തുറന്നിരിക്കാന്നല്ലോ, വെറുതെ മണി അടിച്ച്. എന്താടാ ഫുള്ള് ഇവിടെ ആൾക്കാർ കൂടി ഇരിക്കുവാന്ന് തോന്നുന്നു. മുറിയിലാണോ? ദൈവമേ, അങ്ങനെ പ്രജിത്തിന്റെ ലഗേജ് വന്നു ഗൈസ്. ഞാൻ വന്നിട്ടുണ്ട്. കണ്ടിക്കടാ മോനെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണട്ടെ പ്രീത്തിൻ്റെ വേലത്തരങ്ങളൊക്കെ. ഇതിനു വേണ്ടി ഇവൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നവനാട്ടോ. അങ്ങനെ ഇതാണ് സ്കാനിയയുടെ ട്രക്ക് എന്ന് വെച്ചാൽ RC ട്രക്ക്. ലൈസൻസ്ഡ് അല്ലയോ? ഓ അതിൻ്റെ ട്രെയിലർ. അവരെ ഒഫീഷ്യലി ലൈസൻസ് ചെയ്ത് ഇറക്കുന്ന സാധനമാണ്. വെയിറ്റിങ്ങിന് ശേഷം പ്രജിത്തിന്റെ സാധനം കഴിക്കടാ മോനെ. ഇത് പ്രജിത്തിന്റെ വിജയം ആണോ? പ്രസൂൻചാന്റെ ആണോ? ഓ ശരിയാ, പ്രസൂൻചാൻ ഇതിന്റെ പ്രിയമുള്ള ആളാ. RC കാർസിന്റെ ഒക്കെ ഇഷ്ടമുള്ള. ഒന്ന് സഹായിക്കടേ ചുമ്മാ. ബാറ്ററിയൊക്കെ കാണും ഇതിന്റെ കൂടെ. ഇതിനകത്തും എല്ലാം കാണുമായിരിക്കും ബാറ്ററി. എൻ്റെ അമ്മ റിമോട്ട് കണ്ടോ? ക്വാളിറ്റി അതെ അതെ. 10 രൂപ എടുത്തോണ്ട് വരണമെങ്കിൽ ആൻറ്റി മുറ്റത്തിരുന്നാൽ മതി. പ്രീതനൊക്കെ മുറ്റത്തിരുന്നാൽ മതി. പത്രക്കാരൻ ഇതിനെ കൊണ്ട് വെച്ചേരും. അങ്ങനെ അൺബോക്സിങ് വീഡിയോ. ഇവനാണെങ്കിൽ വെപ്രാളിച്ചിരിക്കുക. ഞാൻ വന്നതും ഓടി വന്ന് തുറന്ന് ക്ഷമയില്ല. ഇതെന്റെ ട്രെയിലർ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ എത്ര പ്രായമുള്ളവരാണെങ്കിലും കൊച്ചു പിള്ളേരായിട്ട് മാറും. അതാണ് ഞങ്ങളുടെ ഒരു ഇത്. പ്രീതി ഇത് പറഞ്ഞപ്പോഴേ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ അളിയാ വരുമ്പോൾ വിളിക്കണേ, എനിക്ക് എടുക്കാനാ വീഡിയോ എടുക്കാനാണ് ഞാനും വിളിച്ചത്. അതെ, മീറ്റിങ്ങും ക്യാൻസൽ ചെയ്തൊരു വ്യക്തി ഇതാണ്ടിരിക്കുന്നു. ഇതിപ്പോ ഭയങ്കര മെറ്റൽ അല്ലയോ? ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും കാരണം വെയിറ്റ് നിൽക്കണമല്ലോ. പണിയുണ്ട്, ഇത് പണിയുണ്ടോ? ബാറ്ററി കാണും, ഒന്നെങ്കിൽ അതിനകത്ത് കാണും, ഇല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ഉണ്ടോ അതിനകത്ത് നോക്കിയേ. ഞാൻ താഴെ ഇരിക്കാം. അയ്യോ നാളെ ഇത് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണോടാ. മിക്കവാറും ഇവൻ ഇതിന് കളിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ തിരുവനന്തപുരത്തേക്ക് വരാൻ. ഇതാണ്ട് ബാറ്ററി, ഇതാ ബാറ്ററി എല്ലാത്തിലും ഉണ്ട്. ഇതാണ്ട് ഇതിലും ഉണ്ട്. ഇതൊക്കെ ലൈറ്റ് കത്തുന്നതിന്റെ. ഇതിന്റെ എന്ത് മറ്റേ മാനുവൽ എന്ത് മാനുവൽ
കാണാൻ പറ്റും. അതിനകത്ത് കാണത്തില്ല, ബോക്സിലേ കാണും. സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതാണ്ട് ബാറ്ററി ഇൻസ്റ്റാളേഷൻ ആൻഡ് ചാർജിങ്. ആ ചൈനീസ് ആണെന്നല്ലോടാ, ഇതെങ്ങനെ ഞാൻ പഠിക്കാം? ചൈനീസ് മാനുവൽ ഈശ്വര അല്ല. ആ എഴുതിയിട്ടുണ്ടല്ലേ. അതെ, മറ്റേ സാധനം എന്തോ വെച്ചാ നോക്കടാ. 641 അല്ല. ഈ നമ്പർ വന്നേക്കുന്നത് ഇതിന്റെ വല്ലത്ത് ഇതിന്റെ ആയിരിക്കും. ഇതിനകത്ത് വല്ല നമ്പർ വല്ലതും കിടപ്പുണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും നമ്പർ കൊടുക്കും. കവർ കിട്ടിയിട്ടുണ്ടല്ലോ സാധനം തുറക്കാനായിട്ട്. അല്ല, അവരാദ്യം പറയുന്നത് ഈ ട്രെയിലറിന്റെ മാറ്റാണ്. അയ്യോ പ്രസൂൺ ചാനങ്ങ് ഇരിക്കാൻ മേല. പ്രസൂൺ ചാൻ സാധനം വന്നിട്ടുണ്ട്. വണ്ടിയുണ്ട്. ഇവിടെ ഫുൾ റിപ്പയറിംഗില്ല. അസംബിൾ ചെയ്തോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പ്രസൂൺ ചാൻ, പ്രജിത്തിന്റെ ചേട്ടൻ. അതെ, ആ ഇതിന്ന് ഡ്രൈവിംഗ് പഠിക്കണ്ടേ. ബാറ്ററി മേടിക്കണം. അത് മേടിച്ചാൽ മതി. യൂറോസെല്ലിന്റെ ഓക്കെ. ഒരു ചതി പറ്റി ഗൈസ്, ബാറ്ററി ഇല്ലായിരുന്നു. അതുകൊണ്ട് ബാറ്ററി മേടിക്കാൻ പക്ഷെ സാധനം ഭയങ്കര ഒരു പ്രീമിയം കേട്ടോ. ഈ കയ്യിലൊക്കെ ഇരിക്കുമ്പോഴേ എന്തോ ഒരു സാധനം പിടിച്ചേക്കുന്ന പോലെ ഒരു ഫീല്. അപ്പം ഞങ്ങൾ ഇതൊന്ന് അസംബിൾ ചെയ്യട്ടെ. ഇത് ഇച്ചിരി പരിപാടിയുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്, വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അഴിക്കണം, എടുക്കണം, തുറക്കണം, ഇടണം, അങ്ങനത്തെ ഒരുപാട് പരിപാടി. ഇവനൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങളൊന്ന് അസംബിൾ ചെയ്യട്ടോ. ഞാനും ഈ മാനുവലൊക്കെ നോക്കട്ടെ. സംഭവം ചൈനീസ് ആയിട്ടോ. ഈ ചൈനീസൊക്കെ മാനുവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനത്തോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടായി കാണിച്ചാ നോണക്കെ. ആ ലൈറ്റ് കത്തി കേട്ടാ. അയ്യവാ, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. കിട്ടിയോടാ ബാറ്ററി? അയ്യവാ, ഇതെല്ലാം സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യണം. ബാറ്ററി ഓണായി. അത് ഇത് കൊടുക്കുമ്പോഴായിരിക്കും, ത്രോട്ടിലൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ. 1 മാസമായോ? 20-30 ദിവസമായോ? ആ 1 മാസം. നീ അന്ന് കൊറേ പറഞ്ഞായിരുന്നു. പാക്കിംഗ് തന്നെ അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഇത് ചെന്നൈയിലുള്ള ഒരാള് പാക്ക് ചെയ്തതാണ്. ആണോ? ഡയറക്റ്റ് വന്നതാണ്. ഓക്കെ. ഇത് നേരെ അവിടെ വന്നിട്ട് അവന്റെ അവിടെ നിന്നാ നിങ്ങൾ ഓർഡർ ചെയ്ത് മേടിച്ചത്. 5.5 ഓട്ടോമോട്ടീവ്സ് ചെന്നൈ. നമ്മുടെ മലയാളികൾ വിൽക്കുന്നതിനെക്കാട്ടി ഒരു 7,000 രൂപ ഡിസ്കൗണ്ട്. ആണോ? ഇതിപ്പോ അല്ല, ഇതിന്റെ പ്രൈസ് എത്ര? ഇപ്പം എല്ലാം കൂടെ ട്രെയിലറും ഇതിന്റെ ഹെഡും കൂടെ 16,000 രൂപ. 16,000. നമുക്കിവിടെ മലയാളികൾ ഇത് രണ്ടിനും കൂടെ 21,000 രൂപയാണ് ചാർജ്. എനിക്ക് 16,000 രൂപയ്ക്കാണ് കിട്ടിയത്. RC കാർസിന് ഫാൻസ് ഒരുപാടുണ്ട് നമ്മുടെ ഇന്ത്യയിലല്ല, വേൾഡ് വൈഡ് തന്നെ RC കാർസിന് ഒട്ടുക്കത്തെ ഫാൻസാണ്. അപ്പോൾ ഈ ഒരു ഫാൻസിൻ്റെ സാധനം ഇവർ മുതലെടുക്കും. ഒരു നല്ല രീതിക്ക് പ്രൈസ് കയറ്റി അവർ സെല്ല് ചെയ്യുന്നു. പക്ഷെ എന്തായാലും ഇവന് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടിയത്. ഇത് ഓക്കെ. ഇത് ഓണാക്കിയോ? അതോണാക്കിയോ? കണക്ട് ചെയ്തോ? വണ്ടി സ്റ്റാർട്ടായി. തിരികെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെ. ഇതുണ്ട് ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് ട്രെയിലർ വന്നതിന് ശേഷം തോന്നടാ. ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തി. ഒരു ലൈറ്റും കൂടെ ഉണ്ട്. എവിടേക്കോ സ്വിച്ചുകളുണ്ടല്ലേ? ആ കത്തി. ഇൻഡിക്കേറ്റർ. ഇതിന്റെ മേളിൽ ലൈറ്റ് ഉണ്ട്. ഇതിലൊത്തും അതെവിടെ
ബെസ്റ്റ്. മുമ്പോട്ടും പുറകോട്ടും ലെഫ്റ്റ് റൈറ്റ്. ബാക്ക് നല്ല സ്പീഡിൽ വരുന്നുണ്ടല്ലേ. ആ റിവേഴ്സ് വരുമ്പോ കണ്ട റിവേഴ്സ് ഇൻഡിക്കേറ്റർ അതെ ഇതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ട്രെയിലർ മേപ്പോട്ടും താപ്പോട്ടും ആക്കുന്നതായിട്ട്. ഇതൊക്കെ എക്സ്ട്രാ വന്നതാണോ? അപ്പോൾ ജിഗ്നേശൻ പോയി, പപ്പയും ഏട്ടത്തെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് ജിഗ്നേശൻ പോയി. ഇപ്പം ഞാനും പ്രീത്തുമാണ് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കും, പ്രജിത്താ ചെയ്യുന്നത് ഇതെല്ലാം. അസംബിൾ ചെയ്യണ കുട്ട. എല്ലാം കൂടെ തൂത്തുപറക്കി തുറക്കുമ്പോൾ ഉറക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ ഒന്ന് അസംബിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ ഏകദേശം അസംബിൾ ആവാറായി. നമ്മുടെ വണ്ടിയുടെ ട്രെയിലർ ഏകദേശം സെറ്റായി. ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ. അതിനകത്ത് ബാറ്ററി ഉണ്ടോ? അതിനകത്ത് ഇത് വരുന്നതെന്ന് തോന്നുന്നു. അയ്യോ അതിനടി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പണിയുണ്ടെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല. ഇതൊരു വണ്ടി ഉണ്ടാക്കുന്ന ഒരു ഫീല്. ഫുള്ള് പണിയുക, കൊത്തിയിരുന്ന് കൈയൊക്കെ വേദനിക്കുക. ഇവൻ കള്ളനായി യൂട്യൂബ് വീഡിയോ കണ്ടോണ്ടിരിക്കുക. പണിയെടുക്കുന്നത് ഞാൻ. ട്യൂട്ടോറിയലാണ് കേട്ടോ. കണക്ട് ചെയ്യേണ്ട ദൈവമേ. ആയിട്ടുണ്ട് ഗൈസ്. കാത്തിരിപ്പിന് വിരാമം. അങ്ങനല്ല പ്രജിത്ത് ഈ സാധനം അവിടെ വെക്ക്. ട്രെയിലർ പ്രജിത്ത് കൊണ്ടുപോയി അങ്ങനെ. ആ അങ്ങനെ പൊക്കണോ, ആ സാധനം പൊക്കണോ. ആ കണ്ടാ അങ്ങനെ കണക്ട് ആയേ. നീ ബാക്കിലോട്ടൊക്കെ എടുക്ക്. പിന്നെ മെക്കാനിക്സ് ഇപ്പൊ പഠിച്ച്. ആ അതാണ്. റിവേഴ്സ് അങ്ങനെ കയറുന്നത്, എന്നാലേ നേരെ കയറത്തുള്ളൂ. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തേ. ഇനി എന്താ രാത്രി ഇനിയിപ്പോ ഇന്റർനാഷണൽ ഓട്ടിപ്പൊക്കെ. കണ്ടാ ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. നീ സ്പീഡിൽ പോട്ടെ.
നമ്മൾ ഹൈവേയിലൊക്കെ ഇങ്ങനെ ഓടിക്കും. അയ്യോ നിന്ന് ഓടിക്കില്ല. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ഞാൻ നിങ്ങളെ ഇക്രുവിനെയും കൂടെ കാണിക്കാമേ. ഇതാണ് ഞങ്ങളുടെ ഇക്രു. ഇക്രു എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രജിത്തിൻ്റെ പെറ്റാട്ടോ. ഇതിൻ്റെ കുഞ്ഞാ ഇക്രു. അതെ, അതിന് വയ്യായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആള് റിക്കവറൊക്കെ ആയി, സെറ്റായി. ഇക്രു ബായ്. ഇക്രു മോനെ ബായ്, ടാറ്റാ. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഓർമ്മ കിടക്കട്ടെ. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാനും പ്രജിത്തും ജിബിനച്ചനും ഉണ്ടായിരുന്നു. ജിബിനച്ചൻ പകുതിക്ക് വെച്ച് ഏട്ടത്തി വിളിക്കാൻ പോയി. കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോറി ഓടിക്കാനായിട്ട് പ്രീത്തിൻ്റെ വീട്ടിലോട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ പ്രീത്തിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ പോവാം. വരുന്നുണ്ടോ? ചായ കുടിച്ചിട്ട് പോയി ലോറിയൊക്കെ ഓടി. താങ്ക് യു, വെൽക്കം. ഓക്കേടാ മുത്തേ, ബൈ. എക്സിമോളെ എടി, യശിമോളെ പപ്പേ, ഹായ്. പപ്പ വന്നു ഗൈസ്, കുഴപ്പമില്ല. അതിനെ ഞാൻ വീട്ടിലെത്തി കേട്ടോ. അയ്യോ ഭയങ്കര ടാസ്ക്കായിരുന്നു കേട്ടോ. അത് എന്തായാലും ഒരു സന്തോഷം, വലുതെന്തോ നേടിയതിൻ്റെ ഒരു സന്തോഷം കേട്ടോ എനിക്കുണ്ട്. ക്ഷീണിച്ച് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രീതൻ്റെ വീട്ടിൽ പോയി നമുക്ക് ഓടിക്കാൻ ഗൈസ്. അത് ഇച്ചിരി ചടങ്ങായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്നും അത് ഓടിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പ്രസൂൺജാൻ അറിയാം. പ്രസൂൺജാൻ പ്രൊഫഷണലാണ്. അപ്പോൾ പ്രസൂൺജാൻ എനിക്ക് പറഞ്ഞു തന്നു, നമ്മൾ വണ്ടി കാർ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ റൈറ്റിലോട്ട് പോകുന്ന പോലെ ഇതങ്ങനെ പോകത്തില്ല. ഇത് നമ്മൾ റൈറ്റിലോട്ട് തിരിച്ചാൽ ബാക്ക് ലെഫ്റ്റിലോട്ടേ പോകത്തുള്ളൂ. ആ ട്രെയിലറുള്ള ഭാഗം ലെഫ്റ്റിലോട്ട് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ സാധനം കത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ കിട്ടിയാൽ മതി, ഞങ്ങൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ചിലർക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇത് എന്തുവാ പറയുന്നത്, ഒരു ടോയ് ആണെന്നുള്ളത്. ശരിയാണ്, RC കാഴ്സിൻ്റെ ടോയ്സ് ഉണ്ട്. അത് ഈ കൊച്ചു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സാധനം. പക്ഷേ ഇതല്ല കേട്ടോ. ഇത് ഒരു ടോയ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, മെച്യൂറായിട്ടുള്ള കുറച്ചും കൂടെ പ്രായമുള്ളവരൊക്കെ ഓടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് RC ഫാൻസിനൊക്കെ അറിയാം, RC കാർ ഫാൻസിനൊക്കെ അറിയാം. ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടോയ്, അതൊരു ഇമോഷനാണ് ഗൈസ്. അത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഞാൻ
എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിൽ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരെ ജോലിക്ക് കയറണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.